നമസ്കാരം. നമുക്കിവിടെയുള്ള കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം. രാവിലെ തന്നെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ, എത്രമാത്രം തിരക്കാണെങ്കിലും ഇവിടുത്തെ വീഥികളെല്ലാം വളരെ ക്ലീനാണ്. കണ്ടോ, ആരും ഒന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. പ്ലാസ്റ്റിക്കോ പേപ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും ആരും വലിച്ചെറിഞ്ഞിട്ടില്ല. അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വളരെ കൃത്യമായിട്ട് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാവരും വേസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. രാവിലെ ഇവിടെ എല്ലാം വൃത്തിയാക്കി പോരാന്ന് തോന്നുന്നു. ചൂലിൻ്റെ പാടുകളെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാമാണ് ഇവിടുത്തെ ടെൻറ്റുകൾ. ഇത് ശരിക്കും ടെമ്പററി ആയിട്ടുണ്ടാക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളാണ്. അതുപോലെ തന്നെ ഈ വിധത്തിലുള്ള വാഹനങ്ങൾ, ഇതൊക്കെ ഗുഡ്സ് കാരിയറൊക്കെ ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇതെല്ലാം ഇതുപോലെയുള്ള ടെൻറ്റുകളാണ് അവിടേക്ക് കാണുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ചെറിയ ചെറിയ ടെൻറ്റുകളുണ്ട്. ചെറിയ ചെറിയ ടെൻറ്റുകൾ ആ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം. ചെറിയ ചെറിയ ടെൻറ്റുകളാണ്. നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ, ചെറിയ ചെറിയ ടെൻറ്റുകളാണ് അങ്ങോട്ടെല്ലാം കാണുന്നത്. പല വിധത്തിലുള്ള ചെറിയ ടെൻറ്റുകൾ. ഈ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും ആ വിധത്തിലുള്ള ടെൻറ്റുകൾ കാണാം. ഇതിലെല്ലാം രീതികൾ എന്താണെന്ന് അറിയില്ല. ഹയർ ചെയ്യുന്നതാണോ അതോ ഏതെങ്കിലും വിധത്തിലുള്ള സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നതാണോ എന്നറിയില്ല. ഇതെന്തായാലും LMRK എന്നുള്ള ഒരു സന്നദ്ധ സംഘടന ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം സ്ഥലമുണ്ട്. നമുക്ക് നിലത്ത് കാർപ്പറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള വാഹനങ്ങളിലാണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ അധികം നടക്കുന്നത്. അതുകൂടാതെ ബൈക്ക് ടാക്സികളുണ്ട്. ഒരു ബൈക്കിൽ 1-2 പേരെ കൊണ്ടുപോകുന്നുണ്ട്. അതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. ഇത് വരുന്നത് ഓട്ടോറിക്ഷയാണ്. ടോട്ടോ എന്തോ ഒന്ന് പേര് പറഞ്ഞു കേട്ടു, പെട്ടെന്ന് ഓർക്കുന്നില്ല. അത് ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്. കാണുന്നത്. ഇതെല്ലാമാണ് ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ. ഈ പോകുന്നതെല്ലാം ബൈക്ക് ടാക്സികളാണ്. എല്ലാം ബൈക്ക് ടാക്സികളാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബാത്റൂം സൗകര്യങ്ങൾ വാസ്തവത്തിലെല്ലാം ടെമ്പററി ആണ്. പക്ഷേ അതും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇത്രമാത്രം ക്രൗഡ് ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ മറ്റ് എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ഇതവിടെ മറ്റൊരു ടെൻ്റാണ്. അതുപോലെ മറ്റേതൊരു സന്നദ്ധ സംഘടനയുടെ ടെൻ്റാണ്. അവിടെ എന്തൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. को निर्देशित किया जाता है। कृपया श्रद्धालुओं एवं दर्शनार्थियों को विसल बजाकर लाउड व्हीलर के द्वारा जल्दी डुबकी लगाने, घाट खाली करने एवं अपने गंतव्य को प्रस्थान करने के लिए अनुरोध करें, प्रेरित करें। शीघ्र स्नान, सुरक्षित प्रस्थान। धन्यवाद। അത് ബൈക്ക് ടാക്സിയാണ്. ഇതെല്ലാം ടെൻറ്റുകളാണ്. ചെറിയ ചെറിയ ടെൻറ്റുകൾ. ജനക്കൂട്ടം എത്രയൊക്കെ ഉണ്ടെങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്ത് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ ഈ റോഡുകളും ടെമ്പററിയാണ് കാണുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലെ പാടം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെ ഈ വാഹനങ്ങൾ കൃത്യമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് മെറ്റലിൻ്റെ ഷീറ്റുകൾ ഇട്ടിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ ആഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പൊടി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്തിരിക്കുന്ന സംവിധാനങ്ങളാണിത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. താങ്ക് യു.